ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ ഒട്ടും ഓക്കെ അല്ലാതെ എണീച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു വയ്യായിക വരുന്നത്. അതും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വീട്ടിൽ വേറെ ഒരാളില്ലാതിരിക്കുമ്പോൾ വയ്യായിക വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നമുക്ക് എവിടെയും മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റത്തില്ല. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നേരത്തിന് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാനും പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു കേട്ടോ. ഇന്നെന്തോ എൻ്റെ ഭാഗ്യത്തിനും ബസ് സമരവും കൂടി ആയതുകൊണ്ട് മോളെ ക്ലാസ്സിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. മോള് പോകാത്തതുകൊണ്ട് തന്നെ മോനും പോയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും അവളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൾ ഹെൽപ്പാക്കി തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലാണെങ്കിലും അതെനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളൊരു സൈഡിലിരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ മോനൊരു സൈഡിലിരുന്ന് ഞങ്ങൾക്ക് ഓരോ പണികൾ തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ പ്രായം അതാണ്. പക്ഷെങ്കിലും ഈ ഒരു ടൈമിനൊക്കെ അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രയാസം ഉണ്ടാവും. വലിയ രീതിയിലൊന്നും എന്നെ വിറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ പറയുന്നത് കേട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൗണ്ടൊന്നും കേൾക്കാൻ പറ്റണില്ല. നമുക്ക് ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും കാര്യം മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെ ഒരു മൈൻഡായിരുന്നു കുറേ ടൈം. ഇന്നത്തെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമതേ എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. അപ്പോൾ പിന്നെ വീഡിയോ കൂടി എടുത്ത് നിൽക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ ഒന്ന് ഉഷാറാവുന്ന ടൈമിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.